ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ അല്പസമയത്തിനകം വീണ്ടും ആരംഭിക്കും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും ഉടൻ തിരച്ചിലിന് ഇറങ്ങും. നേവിയും NDRF-ഉം SDRF-ഉം തിരച്ചിലിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം കയർ ലഭിച്ച ഭാഗത്താകും വീണ്ടും തിരച്ചിൽ നടത്തുക. കൂടുതൽ വിവരങ്ങൾ ഫെലിക്സ് നൽകും. അവിടെ നിന്നും ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കൃത്യസമയത്ത് തന്നെ തെരച്ചിൽ ആരംഭിക്കുമോ? അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? പോലീസ് സ്ഥലത്തുണ്ടോ? മോത്തി, ഇന്നലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും അർജുനായുള്ള തിരച്ചിൽ ഷിരൂരിൽ പുനരാരംഭിക്കുകയാണ്. ഗംഗാവലി പുഴയിൽ 10 മണിയോടുകൂടിയായിരിക്കും മാൽപ്പയുടെ സംഘവും ഒപ്പം തന്നെ നേവിയും ഈ തിരച്ചിലിന്റെ ഭാഗമാകുക എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രത്യേക സ്പോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കയർ ലഭിച്ച ആ സ്പോട്ട് അവിടെ 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ഥലങ്ങൾ. ആ സ്ഥലത്ത് ആയിരിക്കും പ്രധാനമായും ഇപ്പോൾ തെരച്ചിൽ നടത്തുക. അതായത് മറ്റിടങ്ങളിലേക്കൊന്നും തന്നെ തെരച്ചിൽ വ്യാപിപ്പിക്കുന്നില്ല. തെരച്ചിലൊരു കൃത്യത വന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം കയർ ലഭിച്ച ആ ഭാഗത്ത് 2 പോയിന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 2 പോയിന്റുകളിലായിരിക്കും ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടത്തുക. ഇന്ന് ഗംഗാവലി പുഴയിൽ ഈ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. അതായത് ഒരു തെളിഞ്ഞ വെള്ളമല്ല കാണുന്നത്, അത് കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ച ഒരു വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. ഇന്നത്തെ ഈ സമയത്തൊരു തെരച്ചിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അതിനൊരു വെല്ലുവിളിയായി മുന്നിലുള്ളത് ഈ വിസിബിലിറ്റി എന്നൊരു പ്രശ്നമാണ്. കാരണം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പ ആയാലും നേവിയുടെ സംഘമായാലും ഈ കാഴ്ച ലഭിക്കണമെങ്കിൽ, മുങ്ങൽ വിദഗ്ധർക്ക് കാഴ്ച ലഭിക്കണമെങ്കിൽ ഒരു തെളിഞ്ഞ വെള്ളം വേണം. പക്ഷെ അതല്ല ഇവിടെ ഉള്ളത്. ഇപ്പോൾ കലങ്ങിയ വെള്ളമാണ്. അത് അല്പസമയത്തിനകം അല്ലെങ്കിൽ കുറച്ച് നേരത്തിന് ശേഷം ഈ വെള്ളം തെളിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും. അതാണ് ഇപ്പോൾ ഈ പറയുന്ന തെരച്ചിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നത്തെ തെരച്ചിൽ ഏറ്റവും നിർണായകമാകുക ക്രെയിൻ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ എന്നതാണ്. 3 ക്രെയിനുകൾ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ക്രെയിനുകൾ ഇവിടെ എത്തിയ ശേഷം ഈ പറയുന്ന സ്പോട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യാപകമായ തെരച്ചിലല്ല, കൃത്യതയോടുകൂടി തെരച്ചിലുണ്ട്. കാരണം കയർ കിട്ടിയ സ്ഥലത്ത് മണ്ണിൽ പുതഞ്ഞ് ലോറി ഉണ്ടാകാം എന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. ആ സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായതുകൊണ്ട് തന്നെ അവിടെ കല്ലും മണ്ണും ഒക്കെയുണ്ട്. ആ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ തന്നെ മാറ്റാനായാണ് ക്രെയിൻ എത്തിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇന്നലെ കാർവാറിൽ ഈ പാലം തകർന്ന പുഴയിൽ വീണ ലോറി ഉയർത്തിയിരുന്നു. ആ ക്രെയിൻ, അതേ സംഘമാണ് ഇവിടെ എത്തുക. അതേ സംഘം ഇവിടെ എത്തി അവർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മരങ്ങളും കല്ലുകളും ഒക്കെ തന്നെ അവിടുന്ന് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ ഒരുപക്ഷെ ലോറി ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. കുറച്ചുകൂടി കുഴിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ക്രെയിൻ പറ്റില്ല. അതിനാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഡ്രഡ്ജർ ഇന്നെത്തില്ല, അത് തിങ്കളാഴ്ച മാത്രമേ ഗോവയിൽ നിന്നും എത്തൂ എന്നതാണ്. തിങ്കളാഴ്ച കൃത്യമായി എത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. പ്രത്യേകിച്ചും പാലങ്ങളും ഒക്കെ ഈ പറയുന്ന കടൽ മാർഗം ഗോവയിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ പാലങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ചെറിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അത് എത്രമാത്രം തിങ്കളാഴ്ച പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഏതായാലും ഈ സമയത്ത് തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല. അത് 10 മണിയോടുകൂടി ആരംഭിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വിസിബിലിറ്റി എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.